ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ഒരു കാര്യം, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും സാധിക്കും. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരുപാട് സന്തോഷത്തിന്റെ എനർജിയാണ് ഇന്ന് നമുക്കിവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ്. സൺ കാർഡാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത്. ടെൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ് വന്നിരിക്കുന്നു. ക്വീൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. 2-3 കാർഡ്സ് ക്വീൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ദ എംപ്രസ് വന്നിരിക്കുന്നു. ഏസ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. ഒരു കാർഡ് കൂടെ എടുത്തേക്കാം. സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. കണ്ടല്ലേ, ഇപ്പോൾ കർമ്മ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കർമ്മ അനുഭവിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ല സമയമാണ് വരാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഒരുപാട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിന്റെ എനർജിയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ലതുപോലെ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇത് എന്ത് കാര്യമായാലും, ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹമാവാം, അതുപോലെ തന്നെ നല്ല മാരേജ് പ്രപ്പോസലൊക്കെ വരുന്നതാവാം. കപ്പ് എനർജി അല്ലേ, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പൊ ഇത് കുറച്ചൊക്കെ ഇമോഷൻസിനെ കുറിക്കുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് മാനസികമായിട്ട് സന്തോഷിക്കുന്ന എനർജിയാണ്. അത് ഏത് വിധത്തിലും നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഒരു എനർജി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വരുന്നതാവാം, ഏതെങ്കിലും സ്നേഹത്തിന് വേണ്ടിയുള്ള ചില കണക്ഷൻ ആവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ചില കാര്യങ്ങൾ വാങ്ങിക്കുന്നതാവാം, ഓർണമെന്റ്സ് വാങ്ങിക്കുന്നതാവാം, ഒരുപാട് സന്തോഷത്തിലേക്ക് പോകുന്ന ചില എനർജീസ്, ചിലപ്പോൾ ജോലി കിട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതുപോലെ 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് സന്തോഷത്തിൻ്റെതായ സഫലത അനുഭവിക്കാൻ കഴിയുന്നു. ഇവിടെ സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സക്സസിലേക്ക് പോകുന്ന എനർജിയാണ്. വിക്ടറി ആൻഡ് ഹാപ്പിനെസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഹാപ്പിനെസ്സിലേക്ക് പോകുകയാണ് ഇവിടെ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട്. ഈ തുടക്കം എന്ന് പറയുന്നത് തന്നെ സന്തോഷത്തിലേക്കാണ്. അത് ചിലപ്പോഴൊക്കെ നിങ്ങളിപ്പോൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവണം. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് തന്നെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവണം. ഒരിക്കലും ആവശ്യമില്ലാതെ ദുഃഖിക്കരുത്. നല്ലതുപോലെ എപ്പോഴും നല്ല പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെയും, അതുപോലെ നിങ്ങൾക്ക് അതിരാവിലെ എഴുന്നേൽക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു ധൈര്യം നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടാവണം. അല്ലെങ്കിൽ അതുപോലെ ആ തീരുമാനത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ മുഖം സന്തോഷം കൊണ്ടൊന്ന് പ്രകാശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. മനസ്സിലായി? സന്തോഷം വരുമ്പോഴല്ല, ഉള്ളിലെ സന്തോഷമല്ലേ മുഖത്തെ പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഇവിടെ വന്നിരിക്കുന്നു. കാരണം നിങ്ങൾ പോയ ജീവിതത്തിലെ ദുരന്തങ്ങളിൽ നിന്നും കുറച്ച് നല്ലതായിട്ടുള്ള പോസിറ്റീവ് ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനത്തിൻ്റെതായ ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ
കാണുന്നത്. അത് നിങ്ങളുടെ ഒരു തുടക്കമായിരിക്കണം ജീവിതത്തിലെ. അപ്പോൾ ഇവിടെ ടെൻ ഓഫ് സോളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ടെൻ ഓഫ് സോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ചതിയിൽ അകപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന എനർജി. നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ കാര്യങ്ങളായിരിക്കില്ല. നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. കളങ്കമില്ലാതെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നല്ല വ്യക്തികളായിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് അസൂയമൊത്ത ആരെങ്കിലുമൊക്കെ നിങ്ങളെ ചീറ്റിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം. നിങ്ങൾക്കൊരു പണി തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത ചില അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടാവാം. ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങളെക്കുറിച്ച് കേസുകൾ ഉണ്ടാക്കാം. അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ വിഷമിക്കുന്നത് മറ്റുള്ളവർ കണ്ട് ചിരിക്കുന്നു. ഇവിടെ കണ്ടില്ല, ഒരുപാട് പേർ നിങ്ങൾ വിഷമിക്കുന്നത് കണ്ട്, നിങ്ങൾ വീണ് കിടക്കുന്നത് കണ്ടിട്ട് മറ്റുള്ളവർ ചിരിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പതനത്തിൽ ഒരുപാട് പേർ സന്തോഷിക്കാനുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ പല തീരുമാനങ്ങളും എടുത്ത് പല കാര്യങ്ങളിലും ആപത്തിൽ ചെന്ന് ചാടാതെ മുന്നോട്ട് വരണം. മനസ്സിലായോ? ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പാഠമായിരിക്കണം. എപ്പോഴും നിങ്ങൾക്കതൊരു ഓർമ്മ വേണം മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ പണ്ടുണ്ടായ വിഷമകരമായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളല്ല, പക്ഷെ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു കഴിവുണ്ടാകണം മനുഷ്യരെ. അതാണ് എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്നവർ തന്നെ നമ്മളെ ചതിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് വരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മണ്ടരാക്കി അവർ വിജയിയാകാൻ ശ്രമിക്കും, അല്ലെ? അവർ വിജയിയാവണമെങ്കിൽ എന്താണ്, നമുക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാക്കി നമ്മളെ വെറും അങ്ങ് തരം താഴ്ന്ന നിലയിലേക്ക് മാറ്റിവെക്കുക. അതാണ് പറയുന്നത്. അപ്പോൾ തരം താഴ്ത്തിക്കെട്ടുകയാണ് അവരുടെ ജോലി. അതുകൊണ്ട് എപ്പോഴും അതിലൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റിയ ഈ ഒരു അധപ്പതനം ഇപ്പോൾ മറ്റുള്ളവർ കണ്ടു ചിരിക്കുന്നുവെങ്കിലും തീർച്ചയായിട്ടും നാളെ നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരം ഉണ്ടാകും. മറ്റുള്ളവർ താഴെ വീഴാൻ പോകുന്നുണ്ട്. മറ്റുള്ളവർ ചെയ്തതിന്റെ എല്ലാം കർമ്മ അവർ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടേതായ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേൽക്കും. അതാണ് ഇവിടെ ഉയർത്തെഴുന്നേൽക്കാൻ നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മനസ്സിലായി? അങ്ങനെയുള്ള അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. മറ്റുള്ളവർ എന്താണ് പറ പറ്റും. അങ്ങനെ അവർക്ക് അനുഭവിക്കാൻ കിടക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള പാഠങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചതി പറ്റിപ്പോയെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കാൻ പാടില്ല. മനസ്സിലായോ? എന്തിനാണ് നിങ്ങൾക്ക് ആ ഒരു പാഠം തന്നത്? നിങ്ങൾ നല്ല വ്യക്തികളായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ മണ്ടത്തരം, ശുദ്ധ മണ്ടത്തരമായിരിക്കണം നിങ്ങൾ കാണിക്കുന്ന പല കാര്യങ്ങൾ. അവിടെ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു പാഠം തന്നതാണ് ഇവിടെ. അപ്പൊ അത് നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ വീണ്ടും നിങ്ങൾ ആപത്തിലേക്ക് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ മൂൺകാർഡാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സൊസൈറ്റി ഫിയർ ആണ്, എന്തൊക്കെയോ കണ്ണുപോലും കാണാൻ വയ്യാതെ ഇംബാലൻസ് ആയിട്ട് നിൽക്കുന്നത്, ഉള്ളു മുഴുവൻ പേടി അനുഭവിക്കുന്നുണ്ട്. കാണുന്നതൊക്കെ 2-3 രൂപങ്ങളായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പേടി അനുഭവിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ലതുപോലെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരും. കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു എങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുന്നത്. അനുഭവം ഉണ്ടാവാത്തവർക്ക് നല്ല വിജയം വരില്ല. അനുഭവങ്ങൾ ഉണ്ടാകുന്നവർക്കാണ് തീർച്ചയായിട്ടും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നല്ലൊരു മാറ്റം സംഭവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. സമൂഹത്തിൽ ഉയരത്തിൽ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. സമൂഹത്തിലൊരു ഉയർച്ചയിലേക്ക് വരാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കസേരയിൽ ഇരിക്കാൻ, ഒരു സിംഹാസനത്തിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. കാരണം അത്രമാത്രം നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ആളാകുന്നു. നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ മുന്നിൽ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് വാൻസിന്റെ എനർജി, വാൻസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ നിങ്ങളോടൊപ്പം കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് മറ്റെത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്നു, അതിനെ കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, പക്ഷെ സൂക്ഷിച്ച് മുന്നോട്ട് വരിക അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ എംപ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറഞ്ഞ ഐശ്വര്യത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഇവിടെ ക്വീൻ ഓഫ് വാൻസിന്റെ എനർജി പുതിയ ജോലി കിട്ടുന്ന എനർജിയാണ്, പുതിയ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന എനർജി, അതുപോലെ തന്നെ പുതിയ ചില അധികാര പദവിയിലേക്ക് കടക്കുന്ന എനർജി, ജോലിക്കാര്യങ്ങളിലൊക്കെ പ്രൊമോഷൻ ലഭിച്ചിട്ട് മുന്നോട്ട് വരുന്ന എനർജി. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് വളരെ വലിയ മാറ്റം കൊണ്ടുവന്ന് മുന്നോട്ട് വരുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എംപ്രസിന്റെ പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. ഇവിടെ ക്യൂനാണ് വന്നിരിക്കുന്നത്, ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സമൃദ്ധിയിലേക്കോ ഐശ്വര്യത്തിലേക്കോ നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. വിവാഹമായിരിക്കുന്നവർക്കോ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കോ ഒക്കെയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മഹാറാണിയെ പോലെ കിരീടം വെച്ച് വാഴാനുള്ള ഒരു എനർജിയിലേക്കാണ് ഇവിടെ നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട്. എല്ലാവിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നു. അതുപോലെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. അവിടെ എന്താണ്, അവിടെ ഒരുപാട് കാര്യങ്ങളിലേക്ക്, ഒരുപാട് സന്തോഷങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ കാണാൻ വരികയും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അത്രമാത്രം പോസിറ്റീവ് എനർജിയിൽ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അത് വഹിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ ഏസ് ഓഫ് സോർട്സ് ആണ്, ഇൻഡിപെൻഡന്റ് ആവാൻ കഴിയുന്നു. ഇവിടെ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്രകൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാകുന്നതാണ്. അതുപോലെ പുതിയ ജോലിയിലേക്ക് കടക്കുക, അങ്ങനെ, അല്ലെങ്കിൽ ജോലിയിൽ ചില മാറ്റങ്ങളൊക്കെ വരാം. അങ്ങനെ ഏതായാലും നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഒരു തുടക്കം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പല കാര്യങ്ങളിലും ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ നല്ലൊരു തുടക്കം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. മനസ്സിലായോ? തീരുമാനങ്ങൾ ഉറച്ച് അത് എടുക്കാൻ നിങ്ങളെ കൊണ്ട്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കണ്ടില്ല ഒരു സിംഹത്തെ ഒരു വ്യക്തി ഇവിടെ പിടിച്ചു മെരുക്കി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിൽ പവറാണ്. നല്ലതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് കഴിയൂ. അതുപോലെ തന്നെ ഒരു ക്ഷമയുണ്ടായിരിക്കണം, സ്നേഹവും ദയയും ഒക്കെ കൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തെ, ഏതെങ്കിലും വലിയ ഒരു ഗോളിനെ ലക്ഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് വരണം. ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും വലിയ വലിയ പ്രതിസന്ധികളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പഴയതിനെ അപേക്ഷിച്ച് പവർഫുൾ ആകാൻ കഴിയുന്നു. തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? ക്ഷമ ശീലിക്കണം, ഏറ്റവും അത്യാവശ്യമാണ് കേട്ടോ. ക്ഷമയില്ലാത്ത ചില പ്രവർത്തികൾ, നിങ്ങൾക്ക് ദേഷ്യം എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും നിങ്ങളുടെ എനർജിയെ ഡൗൺ ആക്കുന്നതാണ്. ഒരുപാട് ദേഷ്യം ഒരിക്കലും പാടില്ല. മനസ്സിലായി? എത്രമാത്രം അത്രയ്ക്ക് ദേഷ്യം വന്ന് എന്തെങ്കിലും പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ആ സ്ഥലത്തൊന്ന് കുറച്ചൊന്ന് മാറി നിൽക്കണം. വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു കോപം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മുടെ വായിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അത് പിന്നെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സംസാരിക്കേണ്ട രീതിയിൽ വളരെ സൗമ്യമായിട്ട് തന്നെ സംസാരിക്കുക. എളിമയോടുകൂടി, സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷം നിലനിർത്താൻ കഴിയും, സമാധാനം നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇവിടെ 3 ഓഫ് വാൻസിന്റെ എനർജി, നിങ്ങളിവിടെ എന്തോ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടോ. ഒന്നുകിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് ദൃഷ്ടി നട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ, ഏതെങ്കിലും ഒരു സാഹചര്യത്തെയോ നിങ്ങളിവിടെ നല്ലതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ് ഇവിടെ. അത് ചിലപ്പോൾ സഫലമാകാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും
സാധിക്കാനുള്ള കാര്യം എനിക്ക് സാധിക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരേ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ സമ്പത്തിന്റെ 6 ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികത്തിൻ്റെതായ ഒരു അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഈക്വലായിട്ട് നിങ്ങൾക്ക് ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനുള്ളത്, മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ബോട്ടം വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ബാലൻസ് ചെയ്ത് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്, ഇവിടെ അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും എന്നുള്ളത് കാണുന്നുണ്ട്. മറികടക്കാൻ കഴിയണം, അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. നമുക്ക് 2-3 ഒറാക്കിൾ കാർഡ്സ് കൂടെ എടുക്കാവേ. പാസ്റ്റ് ലൈഫ്സ് ആണ് വന്നിരിക്കുന്നത്. സ്ലോയിങ് ഡൗൺ ആണ്. കമ്പാരിസൺ, മെച്യൂരിറ്റിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾ നിങ്ങളെയും മറ്റുള്ളവരെയും കമ്പയർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതൊരിക്കലും വേണ്ട, ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. മനസ്സിലായ? ഓരോരുത്തർക്കുമുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുവർക്കും പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. മനസ്സിലായോ? ജനുവിനായിട്ട് കിട്ടിയിട്ടുള്ള സ്വഭാവം ഒരിക്കലും മാറ്റം വരുന്നതല്ല. അതെന്താണോ അത് അങ്ങനെയേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഒരാളിനെ കണ്ടുകൊണ്ട് അവർ കണ്ടില്ലേ, അവര് വലിയ വീട് വെച്ചോ അല്ലെങ്കിൽ വലിയ വാഹനം വാങ്ങിച്ചോ, അവർക്ക് വലിയ ജോലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളുടെ കഴിവല്ല അവരിലുള്ളത്. അവരുടെ കർമ്മ ഒന്ന് വേറെയാണ്, നമ്മൾ അനുഭവിക്കുന്ന കർമ്മം ഒന്ന് വേറെ. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമുക്ക് വരേണ്ടത് നമുക്ക് വരിക തന്നെ ചെയ്യും. മനസ്സിലായോ? അല്ലാതെ മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ കണ്ടല്ലെങ്കിൽ ധനപരമായ അഭിവൃദ്ധി കണ്ടിട്ട്, അതുപോലെ മറ്റ് ചില സൗന്ദര്യം, അതുപോലെ ആരോഗ്യം ഒക്കെ കണ്ടിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പാസ്റ്റ് ലൈഫ്സ് ആണ് വന്നിരിക്കുന്നത്. പാസ്റ്റ് ലൈഫ്സ് എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ പോയ കാലത്തെ ചില കാര്യങ്ങൾ ഓർത്തിട്ട് ഇനിയും വിഷമിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. പോയ എനർജി ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോൾ നിലനിൽക്കുന്നത് സന്തോഷത്തിലാണ്. ഇപ്പോഴത്തെ എനർജി നിങ്ങൾക്ക് സന്തോഷകരമാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ സ്ലോയിങ് ഡൗൺ. അപ്പോൾ ഏതൊരു കാര്യവും ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സാധ്യമാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ തന്നെ വേണം മുന്നോട്ടും പോകാൻ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.